മച്ചാന്മാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇടുക്കി ട്രാവൽ സീരീസിലെ ഏറ്റവും അവസാനത്തെ വീഡിയോ ഇട്ടത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ പരുന്തുംപാറ വെച്ച് എൻഡ് ചെയ്തു. അപ്പോൾ എൻഡ് ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് എല്ലാവരും പറഞ്ഞിരുന്നു നമ്മൾ നാട്ടിലോട്ട് പോകാമെന്നുള്ള രൂപത്തിലാണ് വീഡിയോ എൻഡ് ആവുന്നത്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ബൈക്കിലാണ് വന്നത്, 6 ബൈക്കിൽ തന്നെ വന്നതുകൊണ്ട് തന്നെ കനത്ത മഴ. നമ്മളൊരു 4 മണി വൈകുന്നേരം നാട്ടിലേക്ക് പോകാനായപ്പോഴേക്കും കനത്ത മഴ, നാട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ. അതായത് മഴ കൊണ്ടുപോകണം, എല്ലായിടത്തും റെയിൻകോട്ടും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ അങ്ങ് മാറ്റി നേരെ ഉളുപ്പുണിയിലോട്ട് എത്തി. ഇത് ഉളുപ്പുണിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഉളുപ്പുണിയിൽ വെച്ച് ഇവിടെ ടെൻ്റ് അടിച്ചു. ഇന്നലെ രാത്രി ഏകദേശം ഒരു 11 മണി 12 മണി ആ സമയത്താണ് നമ്മൾ ഇവിടെ വന്ന് ടെൻ്റ് അടിക്കുന്നത് ഉളുപ്പുണിയിൽ വെച്ച്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സൗണ്ട് ചെറുതായിട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ടൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉളുപ്പുണിയിലെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഉളുപ്പുണി വ്യൂ പോയിന്റിന്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ഇന്നലെ രാത്രി ടെൻ്റ് അടിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും മെയിനായിട്ടൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കാറ്റാണ്. ഈ പുല്ലുകളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയും. ഭയങ്കരമായിട്ടുള്ള കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടെൻ്റൊക്കെ നോക്കും, നമ്മൾ ടെൻ്റൊക്കെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടുത്തെ കാറ്റിൻ്റെ ശക്തി കാരണം നമ്മൾ ടെൻ്റൊക്കെ നല്ല രീതിയിൽ നല്ല ടൈറ്റായിട്ട് ഇവിടെയൊക്കെ കുറ്റിയടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ എക്സ്ട്രാ നമ്മുടെ ലഗേജ് കിട്ടുന്ന കാരിയർ റോപ്പ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് 4 ഭാഗത്തേക്ക് നമ്മൾ നന്നായിട്ട് വലിച്ചും കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ 3 റോഡുകൾ കാണാൻ സാധിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ടെൻ്റ് ഉള്ള സ്ഥലമാണ്. അത് നേരെ ഇവിടെ ആയിട്ട് നമുക്ക് ഇങ്ങനെ താഴോട്ടൊരു വഴി കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് മുഴുവൻ താഴെ വരെ എത്തില്ല. ഇതിന് നേരെ അപ്പുറത്തൊരു മലയുണ്ട്, ആ ഒരു മലയിലേക്കുള്ള വഴിയാണ് ഇത് എന്നാണ് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വന്നൊരു വഴിയുണ്ട്. നമ്മൾ വന്നത് നടന്നാണ് വന്നത്. നമ്മുടെ വണ്ടി താഴെ നിർത്തിയിട്ട് മേൽഭാഗം വരെ നല്ല കുത്തനെ കയറ്റാണ്. ഒരു വണ്ടിയും ഒരു ഓഫ് റോഡ് വെഹിക്കിൾസും അതുവഴി കയറി വരില്ല, ബൈക്ക് വരില്ല. ഒരു ബൈക്കിനുള്ള സ്പേസേ ഉള്ളൂ. അതും ബൈക്ക് എത്ര ഓഫ് റോഡ് വെഹിക്കിൾ ആണെങ്കിലും കയറി വരും. അത് ഈ ഒരു റോഡാട്ടോ, ഈ ഒരു റോഡാണ് നമ്മൾ കയറി വരുന്നത്. പിന്നെ ഇപ്പുറത്തതാ വേറെ റോഡ് കൂടി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റോഡ് ഏതാണെന്ന് നമുക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നത് വണ്ടി വരാൻ പറ്റുന്ന റോഡാണ് ഇത് എന്നാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ പല ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട്. വണ്ടി ഏറ്റവും മുകൾ ഭാഗത്ത് നിർത്തിയൊരു ഫോട്ടോ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുവഴിയായിരുന്നു മിക്കവാറും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ കേട്ടോ, അങ്ങ് ദൂരെ ആയിട്ടുള്ള മലനിരകളുടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ കോടയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാഴ്ചയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. പിന്നെ നിങ്ങൾ അങ്ങ് ലോങ്ങിലൊരു മല ഉണ്ടോ, ആ ഒരു മലയാണ് ഞാൻ പറഞ്ഞ ആ ഒരു വഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു മലയിലേക്ക് പോയി നോക്കാം. 2 സൈഡിലുമായിട്ട് നിങ്ങൾ കാണുന്ന ഈ ഒരു പുൽമേടുകൾക്കിടയിലൂടെയുള്ള ഈ ഒരു നടത്തെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വൈബനുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം, 2 സൈഡിലും പുൽമേടുകളാണ്. നല്ലൊരു കാഴ്ചയാണ്, അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ രാത്രി നല്ല നിലാവുണ്ടായിരുന്നു. ആ ഒരു നിലാവിൻ്റെ സമയത്ത് ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടാണ് ചന്ദ്രൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ചന്ദ്രനെയും നോക്കിക്കൊണ്ട് നിലാവും ആസ്വദിച്ചുകൊണ്ടുള്ളൊരു ഇതിലൂടെ ഞാൻ നടന്നു പോയപ്പോൾ കിട്ടിയൊരു ഫീലുണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ രാത്രിയൊക്കെ ടെൻ്റ് അടിക്കുന്നവർക്ക് ആ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടും. ഇവിടുത്തെ കാറ്റിൻ്റെ ശക്തി കാരണം താഴോട്ട് ചാഞ്ഞ് കിടക്കുന്ന ഈ ഒരു പുൽനാമ്പുകളാട്ടോ ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പുൽനാമ്പുകൾ ഇങ്ങനെ വകഞ്ഞ് മാറ്റിയിട്ടുള്ള ഈ ഒരു നടത്തെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ പുൽനാമ്പുകൾക്കിടയിലൂടെ ഏകദേശം എൻ്റെ ഈ ഒരു ഹൈറ്റിലുള്ള പുല്ലുകളാണ് ഇവിടെ ഉള്ളത്. ഇതിനിടയിലൂടെയുള്ള ഈ ഒരു നടത്തെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. നല്ല കാറ്റാട്ടോ, ഭയങ്കരമായിട്ടുള്ള കാറ്റാണ്. എനിക്കിവിടെ നോക്കിയാൽ തന്നെ അറിയാം ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നതായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇയോബിൻ്റെ പുസ്തകം എന്ന സിനിമയിലെ ഒരുപാട് ഭാഗങ്ങൾ വാഗമണ്ണിലും പിന്നെ അതുപോലെ തന്നെ പൈൻ ഫോറസ്റ്റിലൊക്കെ ആയിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഉളുപ്പുണിയിലാട്ടോ. ഇയോബിൻ്റെ പുസ്തകം എന്ന സിനിമയിലെ ചില മനോഹരമായിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത് ഉളുപ്പുണിയിലാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ഭയങ്കര കാറ്റ് കേട്ടോ, ഒരുപാട് ഓർമ്മകൾ നൽകുന്ന ഒരു പുൽമേടുകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നമുക്ക് മേൽഭാഗത്തോട്ട് തന്നെ പോയി നോക്കട്ടോ.
നമ്മളിൽ പലരും പലപ്പോഴും ഇടുക്കിയിലൊക്കെ വന്നിട്ടുള്ള ആളുകളായിരിക്കും. സാധാരണയായിട്ട് ഇടുക്കി ഡാം അതുപോലെ തന്നെ വാഗമണ്ണൊന്നും കാണാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. പക്ഷേ നമ്മൾ പലപ്പോഴും മിസ് ചെയ്ത് പോകുന്നൊരു പ്ലേസ് ആട്ടോ ഇതുപോലുള്ള ഉളുപ്പണി പോലുള്ള ഒരുപാട് ഡെസ്റ്റിനേഷനുകൾ നമ്മൾ പലപ്പോഴും മിസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ഫേമസ് ആയിട്ടുള്ള പല ഡെസ്റ്റിനേഷനുകളും നമ്മൾ പോകും. പക്ഷേ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കണ്ട പ്ലേസുകൾക്കുപരി നമ്മൾ പുതുമയുള്ള പ്ലേസുകൾ തേടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പുതുമയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതൊരു വ്യൂ പോയിൻ്റ് ആണ്. ഈ ഒരു വ്യൂ പോയിൻ്റ് നിങ്ങൾക്ക് നോക്കി കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് മലകളും ഒരുപാട് പുൽമേടുകളാണ് നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മൾ എല്ലാ വ്യൂ പോയിന്റിൽ പോയാലും ഈ ഒരു ദൃശ്യാനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. പക്ഷേ നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു എന്നതിലാണ് നമുക്ക് കാഴ്ചകൾ വ്യത്യസ്തമാകുന്നതെന്ന് പറയാം. ഓരോ വ്യൂ പോയിന്റിലെയും കാഴ്ചകൾ വ്യത്യസ്തമാകുന്നത്. ഉളുപ്പണിയിലേക്ക് വരുന്നവർക്ക് ഈ ഒരു കാഴ്ചകൾക്കൊക്കെ അപ്പുറമായിട്ട് നിങ്ങൾക്ക് മികച്ചൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് കൂടി ഇവിടെ ലഭ്യമാവുന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്നലെ രാത്രി ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു ഓഫ് റോഡ് വന്ന സമയത്ത് ചെറിയതായിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ ആ ഒരു വിഷ്വൽസ് അത്ര ക്ലിയർ ഉണ്ടാവില്ല. എന്നാലും നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കൂ. അടിപൊളി ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഉളുപ്പണി നൽകുന്നതെന്ന് തന്നെ പറയാം. പോട്ടെ പോട്ടെ പോവാ. ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു ഏരിയ ആട്ടോ ഉളുപ്പണി എന്ന് പറയുന്നത്. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്ന സമയത്ത് ഈ ഒരു ടെൻറ്റിൻ്റെയും പിന്നെ അതുപോലെ തന്നെ പൂർണ്ണചന്ദ്രൻ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ പൂർണ്ണചന്ദ്രൻ്റെയും ടെൻറ്റിൻ്റെയും ഉൾപ്പെടുത്തിയിട്ട് നൈസ് ഫോട്ടോസ് നമ്മൾ എടുത്തു. അതുപോലെ തന്നെ രാവിലെയും അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി പ്ലേസ് തന്നെയാണ് ഉളുപ്പണി എന്ന് പറയാം. അങ്ങനെ നമ്മൾ ഉളുപ്പണി വ്യൂ പോയിന്റിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഇറങ്ങി ആ ഒരു കാണുന്നതാണ് ഉളുപ്പണി വ്യൂ പോയിന്റ്. ഇപ്പോൾ നമ്മുടെ വണ്ടി നിർത്തിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു ക്ലൈമറ്റ് ഒന്നും ഇല്ല കേട്ടോ ഇങ്ങോട്ട് വരാൻ. ഏതൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഞാൻ ഇതിന് മുമ്പ് വന്നൊരു സമയത്ത് ഇവിടെ മുഴുവനായിട്ട് കോട മൂടി കിടക്കുന്നൊരു സമയമായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു അവസ്ഥയല്ല. മൊത്തത്തിൽ നിങ്ങൾക്ക് ഗ്രീനറീസ് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഏത് സാഹചര്യത്തിലായാലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.